സുഹാസിനി എല്ലാരും. സുഭാഷിനി വീഡിയോ ഓഫ് ചെയ്യൂ. സായിരാം. ഓം ശ്രീ സായിരാം. നമ്മളുടെ അന്തർശൗച യജ്ഞത്തിന്റെ 143 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് സച്ചു മുരളിയാണ്. മലപ്പുറത്തു നിന്നുള്ള അലമനയാണ്, ബാലവികാസ് അലമനയാണ്. നമ്മൾ പറഞ്ഞോളൂ. സായിരാം. എൻ്റെ പേര് സച്ചു വിശ്വൻ. ഞാൻ ആദ്യം മലപ്പുറത്തായിരുന്നു. ഇപ്പൊ കോഴിക്കോടേക്ക് മാറിയിട്ട് ഒരു 10-13 വർഷമായിട്ടുണ്ട്. മലപ്പുറത്തുള്ള പത്മാൻറ്റിയാണ് എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി വായിക്കല്ലേ ആൻറ്റി? ആദ്യം വായിച്ചോളൂ. ഈശ്വരന്റെ പ്രേമത്തിനും കാരുണ്യത്തിനും അല്ലാതെ മറ്റൊന്നിനും കർമ്മഫലങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈശ്വരന്റെ പ്രേമവും കാരുണ്യവും നേടാൻ പരിശ്രമിക്കണം. അതാണ് നേടേണ്ടത്. അല്ലെങ്കിൽ അവസാനമില്ലാത്ത ജനന മരണ ചക്രത്തിൽ കുടുങ്ങിപ്പോകും. പണം വരികയും പോകുകയും ചെയ്യും. ഒരിക്കൽ ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ആ അറിവ് ഒരിക്കലും കൈവിട്ടു പോകുകയില്ല. നിങ്ങൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കൽ വന്നാൽ പോകാത്തത്, പോയാൽ ഒരിക്കലും തിരിച്ചു വരാത്തത്, വരികയോ പോകുകയോ ചെയ്യാത്തത്. ഒരിക്കൽ വന്നാൽ പിന്നെ പോകാത്തത് എന്താണ്? അത് ജ്ഞാനമാണ്. വരികയും പോകുകയും ചെയ്യുന്നത് ജ്ഞാനമല്ല. അതുപോലെ ഒരിക്കൽ പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്തത് അജ്ഞാനം. വരികയും പോകുകയും ചെയ്യാത്തത് ദിവ്യത്വം. ഒരിക്കൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ പിന്നെ അത് സ്ഥിരമായി എന്നത്തേക്കും അവിടെ നിലനിൽക്കും. വിദ്യാർത്ഥികൾ ഈ 3 തത്വങ്ങളും അറിഞ്ഞിരിക്കണം. കുറച്ചു കാലം ഈശ്വരഭക്തി ഉണ്ടാകുകയും പിന്നീട് താല്പര്യക്കുറവും തോന്നുന്നത് ഉചിതമല്ല. അത് ഭക്തിയേ അല്ല, അത് ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്ന അജ്ഞാനം മാത്രമാണ്. ഞാൻ എന്ന ഭാവം വരികയും പോകുകയും ചെയ്യുന്ന ഒന്നാണ്. സമ്പത്തുള്ളപ്പോൾ കൈലാസനാഥനെ പോലും ഗൗനിക്കുന്നില്ല. സമ്പത്തെല്ലാം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അവൻ ഈശ്വരനെ നോക്കുന്നുള്ളൂ. പണമല്ല, സദ്ഗുണമാണ് യഥാർത്ഥ സമ്പത്ത്. പണം കൈമറിഞ്ഞു കൊണ്ടിരിക്കും. ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അച്ഛൻ മണിയോടറായി 500 രൂപ നിങ്ങൾക്ക് അയച്ചു തരുന്നു എന്നിരിക്കട്ടെ. ആ 500 രൂപ എന്റെയാണെന്ന ചിന്ത നിങ്ങൾക്ക് അതിയായ സന്തോഷം നൽകും. അപ്പോൾ ആ കറൻസി നോട്ട് നിങ്ങളെ കളിയാക്കിക്കൊണ്ട് പറയും, ഏയ് ഭ്രാന്ത, ഞാൻ നിന്റെ കൂടെ സ്ഥിരമായി നിൽക്കുകയില്ല. വൈകുന്നേരം നീ കടയിൽ പോകുമ്പോൾ ഞാൻ വേറെ ഒരാളിന്റെ കൂടെ ആയിരിക്കും. ഒന്ന് പൊങ്ങിയിരിക്കുവാണെ, മുഖം മുഴുവൻ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കും. ക്യാമറ ഇവിടെ വെക്കാം. കിട്ടോ? കിട്ടുന്നില്ലേ? ഓഡിയോ ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ശരിയാവുന്നുണ്ട്. പറഞ്ഞോളൂ. ഞാൻ നിന്റെ മുഖം പോലെയുള്ള പല മുഖങ്ങളെയും കണ്ടിട്ടുണ്ട്. ഇനിയും പല മുഖങ്ങളെയും കാണാനിരിക്കുന്നതേയുള്ളൂ. പണത്തിന് ഒരു സ്ഥലത്ത് തന്നെ എന്നെന്നും സ്ഥിരമായി നിൽക്കാൻ കഴിയുമോ? സാധ്യമല്ല. അത് കാൽച്ചുവട്ടിലെ ജലം പോലെ ഒഴുകി പോകുന്നു. എന്താണ് യഥാർത്ഥ സമ്പത്ത്? യഥാർത്ഥ സമ്പത്ത് ഈശ്വരന്റെ പ്രേമം, കാരുണ്യം, അനുഗ്രഹാശിസുകൾ. ഒരിക്കൽ ഈ സമ്പത്ത് സ്വന്തമാക്കിയാൽ അത് നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല. അതുകൊണ്ട് ഈ സമ്പത്ത് നേടിയെടുക്കാൻ ശ്രമിക്കണം. മുജ്ജന്മ സുഹൃത്തുക്കളെ ഫലമായാണ് മനുഷ്യജന്മം എന്ന ശ്രേഷ്ഠമായ അവസരം നിങ്ങൾക്ക് ലഭിച്ചത്. നിരവധി ജന്മങ്ങളിലൂടെ നേടിയെടുത്ത ഈ സമ്പത്ത് വേണ്ട വിധം ഉപയോഗിക്കണം. മാത്രമല്ല,
ഈ സമ്പത്ത് ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കാനും ശ്രമിക്കണം. നിങ്ങൾ പറയുമായിരിക്കും, അച്ഛൻ തന്ന 500 രൂപ ചിലവാക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. പക്ഷെ അത് എത്ര നാളത്തേക്ക്? ചിലവാക്കാൻ തുടങ്ങിയാൽ പിന്നെ കയ്യിൽ മിച്ചമൊന്നും കാണുകയില്ല. അതുകൊണ്ട് അച്ഛൻ തന്ന പണം പെരുപ്പിക്കാൻ ശ്രമിക്കണം. ഗീത പ്രഖ്യാപിക്കുന്നു, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം തീരുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. പുണ്യം തീർന്നാൽ നിങ്ങളുടെ അർഹതയും നഷ്ടപ്പെടുന്നു. ഒരു ചെറിയ ഉദാഹരണം. ഒരു വ്യക്തി പൊതു തിരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ നിയമസഭാംഗമായി. പക്ഷെ എത്ര നാൾ? 5 വർഷം മാത്രം. 5 വർഷം കഴിഞ്ഞാൽ അയാൾ നിയമസഭാംഗം അല്ലാതാകുന്നു. അതുകൊണ്ട് കാലാവധി തീരും മുമ്പ് അയാൾ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കാൻ ശ്രമിക്കണം. എങ്കിലേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കൂ. അതുപോലെ മുജ്ജന്മ സുകൃത ഫലമായി നിങ്ങൾക്ക് ഈ പുണ്യ അവസരം ലഭിച്ചു. ഈ ജന്മത്തിൽ പവിത്ര കർമ്മങ്ങൾ വളർത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഈശ്വര കൃപയ്ക്കുള്ള അർഹത കൂടുതൽ നേടാം. ഈ ജന്മം നിങ്ങൾ നേടുന്ന പുണ്യം മുജ്ജന്മ പുണ്യത്തിനോട് കൂടി ചേർന്ന് നിങ്ങളുടെ ഭാവി സുരക്ഷിതവും ഭദ്രവും ആകും. അതുകൊണ്ട് ഈ ജന്മം പവിത്രമായി ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുവരെ ലഭിച്ച ഈശ്വര പ്രേമവും കാരുണ്യവും നിങ്ങൾ ശക്തിപ്പെടുത്തുകയും പുഷ്ടിപ്പെടുത്തുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അർഹത എന്നത്തേക്കും കാത്തു സൂക്ഷിക്കാൻ സാധിക്കൂ. നിങ്ങളെ വളരെയധികം ബിരുദങ്ങൾ സമ്പാദിച്ചു എന്ന് വരാം. ഏത് തരത്തിലുള്ള തൊഴിലും നേടിയെന്നിരിക്കാം. വളരെയധികം സമ്പത്ത് വാരിക്കൂട്ടിയിരിക്കാം ചെയ്തേക്കാം. പക്ഷേ ഇവയൊന്നും സ്ഥിരമല്ല. മനുഷ്യജന്മം ലഭിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായ നിങ്ങൾക്ക് ഈ ജീവിതം ധന്യമാകുന്നത് നിങ്ങൾ യശസ് നേടുമ്പോൾ മാത്രമാണ്. നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നാലോ? ഒരിക്കൽ ഒരു മോഷ്ടാവ് ഒരു മോഷണം നടത്തി. അയാൾ പിടിക്കപ്പെട്ടു. 3 വർഷം തന്നെ ശിക്ഷിച്ചു. ശിക്ഷയുടെ കാലാവധി തീർന്നപ്പോൾ ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, നാളെ നിന്റെ ശിക്ഷയുടെ കാലാവധി തീരും. പോകാനായി സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി തയ്യാറായിരിക്കുക. മോഷ്ടാവ് അദ്ദേഹത്തിന് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, സാർ, എന്റെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഞാൻ വേഗം തിരിച്ചു വരും. എന്താണ് അതിന്റെ അർത്ഥം? അയാൾ ഇനിയും മോഷ്ടിക്കുമെന്നും ജയിലിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എങ്ങനെ വീണ്ടെടുക്കാൻ, നല്ലവനാക്കി മാറ്റാൻ സാധിക്കും? ഒരിക്കൽ ജയിലിൽ പോയാൽ അയാൾ പിന്നെയും ജയിലിൽ പോകാതിരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുന്നു എന്നിരിക്കട്ടെ, താങ്കൾ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്? അയാൾ പറയും, ഞാൻ മരുന്ന് കഴിക്കുന്നത് രോഗം ഭേദമാകാനാണ്. പക്ഷെ ഇതല്ല ശരി ഉത്തരം. മരുന്ന് കഴിക്കുന്നത് പിന്നെയും മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടാകാതിരിക്കാനാകാനാണ്. ഇതാണ് ശരിയായ ഉത്തരം. ആളുകൾ പറയും രോഗം ഭേദമാകാനാണ് മരുന്ന് കഴിക്കുന്നതെന്ന്. മരുന്ന് ഒരു പ്രത്യേക രോഗത്തെ ഭേദമാക്കുമായിരിക്കും. പക്ഷേ പിന്നീട് ഒരു പുതിയ രോഗം വരാം. അപ്പോൾ മറ്റൊരു മരുന്ന് കഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഇനിയും രോഗത്തിന് അടിമപ്പെടുകയല്ല എന്ന് ഉറപ്പുവരുത്തണം. മനുഷ്യജന്മം എന്തിനു വേണ്ടി? പുനർജന്മം ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പുവരുത്താനാണ് മനുഷ്യജന്മം. അതാണ് ശരിയായ ഉത്തരം. എന്തിനാണ് പരീക്ഷ എഴുതുന്നത്? പിന്നെയും പിന്നെയും പരീക്ഷയിൽ തോൽക്കുകയാണെങ്കിൽ പരീക്ഷ എന്തിന് എഴുതണം? നിങ്ങൾ പരീക്ഷ എഴുതുന്നത് വീണ്ടും ആ പരീക്ഷ എഴുതാനുള്ള ആവശ്യം ഉണ്ടാകാതിരിക്കാനാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യവും ലക്ഷ്യവും മനസ്സിലാക്കുകയും അതിനു അനുസൃതമായി പ്രവർത്തിക്കുകയും വേണം. പക്ഷെ വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗാഢമായി അന്വേഷിക്കാറില്ല. നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ പാരമാർത്ഥികമാണ്. പക്ഷെ നിങ്ങൾ നയിക്കുന്നത് വ്യാവഹാരിക ജീവിതവും. അതിന്റെ ഫലം പ്രതിഭാസികമാണ്. ഉദാഹരണം കൊണ്ട് വിശദീകരിക്കാം. കടൽ, തിരമാല, പത. കടലിൽ ഒന്നിനു പിറകെ ഒന്നായി തിരമാലകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. കടലിലെ ഉപ്പുരസം തിരമാലകളിലും ഉണ്ട്. തിരമാലകളുടെ നിറവും കടലിന്റെ നിറം ഒന്നു തന്നെ. അതുപോലെ തിരമാലകൾ പതയുണ്ടാക്കുന്നു. കടലിന്റെ ഗുണങ്ങളെല്ലാം തിരമാലകളിലും പതയിലും ഉണ്ട്. അതേവിധം പാരമാർത്ഥികമെന്ന സമുദ്രത്തിൽ നിന്ന് വ്യാവഹാരികമെന്ന തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നു. പ്രതിഭാസികമെന്ന പത വ്യാവഹാരികമെന്ന തിരമാലകളിൽ നിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് പാരമാർത്ഥികമായ വികാരങ്ങളോടെ, ഭാവങ്ങളോടെ നിങ്ങൾ ഈ വ്യാവഹാരിക ജീവിതം നയിക്കണം. മനുഷ്യർ സച്ചിദാനന്ദ സാഗരത്തിൽ നിന്ന് ഉയരുന്ന തിരമാലകളാണ്. അതുകൊണ്ട് നിങ്ങൾ സച്ചിദാനന്ദ സ്വരൂപനാണ്. സത് എന്നാൽ അസ്തിത്വം, ചിത് എന്നാൽ അവബോധം. ഇവ രണ്ടിന്റെയും കൂടിച്ചേരൽ ആനന്ദം എന്ന ഫലം തരുന്നു. നിങ്ങൾ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ സത്തും ചിത്തും നിങ്ങളിൽ തന്നെയുണ്ട്. ഇത് ബാബ എന്ന നാമം കൊണ്ട് സ്പഷ്ടമായി വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ബാബ എന്ന പദത്തിൽ ഇരട്ട ബിരുദങ്ങൾ ഉണ്ട്. BA. ഒന്നാമത്തെ BE അസ്തിത്വത്തിന് വേണ്ടി നിൽക്കുന്നു. A അവെയർ, അവബോധത്തിനും. രണ്ടാമത്തെ B ബ്ലിസ്, ആനന്ദത്തെ കുറിക്കുന്നു. A ആത്മ, ആത്മാവിനെയും. അതുകൊണ്ട് ബാബ സച്ചിദാനന്ദ മൂർത്തിയാണ്. വാസ്തവത്തിൽ ഓരോ മനുഷ്യനും ഈ 3 തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു. കൺമുമ്പിൽ വെച്ച് ചിലർ മരിക്കുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങൾ വിചാരിക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഇത് തന്നെ എന്റെയും ഗതി. പക്ഷെ വാസ്തവം എന്തെന്നാൽ നിങ്ങളുടെ ശരീരം നശിക്കും. പക്ഷെ നിങ്ങൾക്ക് മരണമില്ല. ആത്മാവ് സത്യവും നിത്യവുമാണ്. അതിന് ജനനവും മരണവും ഇല്ല.
ആത്മസ്വരൂപനായതുകൊണ്ട് നിങ്ങൾ അനശ്വരനായി തീരാൻ ശ്രമിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളുടെ ശരീരം എന്നത്തേക്കും നിലനിൽക്കുമെന്നാണോ അതിന്റെ അർത്ഥം? നിങ്ങളുടെ ശരീരം നഷ്ടപ്പെടും. ദിവ്യപ്രേമമാകുന്ന അമൃതം പാനം ചെയ്യുന്നവർക്ക് പുനർജന്മം ഇല്ല. പുനർജന്മന വിദ്യതേ, അതാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ഒരു നെൽവിത്ത് മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അത് ഒരു ചെറിയ ചെടിയായി മുളയ്ക്കുന്നു. പക്ഷെ അതിന്റെ ഉമി കളഞ്ഞിട്ട് മണ്ണിൽ കുഴിച്ചിട്ടാൽ വിത്ത് മുളയ്ക്കുകയില്ല. ദേഹത്തിനോടുള്ള മമതയാണ് ഉമി. നിങ്ങൾക്ക് ദേഹത്തിനോടുള്ള മമതയാകുന്ന ഉമി ഉള്ളിടത്തോളം കാലം നിങ്ങൾ പിന്നെയും പിന്നെയും ജനിച്ചുകൊണ്ടിരിക്കും. പുനരഭിജനനം പുനരഭിമരണം, അതാണ് ആദിശങ്കരൻ പാടിയത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി. ഓ മടയനായ മനുഷ്യ, ഗോവിന്ദനാമം ജപിക്കൂ. മരണസമയം വ്യാകരണ നിയമങ്ങൾ നിന്റെ രക്ഷയ്ക്ക് എത്തില്ല. ഓ മടയ, നിനക്ക് വാസ്തവം മനസ്സിലാകുന്നില്ല. ഭഗവാന്റെ തിരുനാമം ജപിക്കൂ. പ്രേമമാകുന്ന അമൃതം പാനം ചെയ്യൂ. പരമാനന്ദം അനുഭവിക്കുക. ആ പരമാനന്ദം മറ്റുള്ളവരുമായി പങ്കിട്ട് അനുഭവിക്കുക. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം. ധനം സമ്പാദിച്ചു കൂട്ടുന്നതിൽ, കെട്ടിടങ്ങൾ പണിയിച്ചു കൂട്ടുന്നതിൽ, അതും ഇതുമൊക്കെ ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവസാനം ശൂന്യമായ കരങ്ങളോടെ നിങ്ങൾക്ക് ഈ ലോകം വിടേണ്ടി വരുന്നു. ഒരു പിടി മണ്ണ് പോലും കൂടെ കൊണ്ടുപോകാൻ സാധ്യമല്ല. മനുഷ്യനും മണ്ണ് കൂടെ കൊണ്ടുപോകാൻ സാധ്യമായിരുന്നെങ്കിൽ മണ്ണിനും റേഷൻ വന്നേനെ. മരണശേഷം നിങ്ങൾ പണിയിപ്പിച്ച വീട്ടിൽ പോലും നിങ്ങളുടെ ശരീരം സൂക്ഷിക്കുകയില്ല. ആ വിധമാണ് ശരീരത്തിന്റെ വിധി. എന്നിരുന്നാലും ജീവിത ലക്ഷ്യം നേടുന്നതിന് ഈ ശരീരത്തിന്റെ സഹായം ആവശ്യമാണ്. ദേഹം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. അതുകൊണ്ട് നിങ്ങൾ അനശ്വര ജീവിതം നയിക്കണം. എന്താണ് അനശ്വര ജീവിതം? ഈശ്വരന്റെ പ്രേമം സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ജീവിതമാണ് അനശ്വര ജീവിതം. ഈശ്വരന്റെ പ്രേമം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും. ഭൗതിക വിദ്യാഭ്യാസത്തിനോടും ലൗകിക ജ്ഞാനത്തോടും ഒപ്പം വിദ്യാർത്ഥികൾ വിവേചന ശക്തി വർദ്ധിപ്പിക്കുകയും ആത്മതത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. ആധ്യാത്മവിദ്യ വിദ്യാധനം. എല്ലാവിധമുള്ള ലൗകിക വിദ്യാഭ്യാസവും ചെറിയ ചെറിയ നദികളെ പോലെയാണ്. അവസാനം ആധ്യാത്മവിദ്യ തന്നെ സാഗരത്തിൽ നിബന്ധിച്ച് അതിനോട് കൂടി ലയിക്കാനുള്ളവയാണ്. നദീനാം സാഗരോ ഗതി. നദിക്ക് മറ്റൊരു ലക്ഷ്യമില്ല. എങ്കിലും നദിക്ക് രണ്ട് തീരങ്ങളുടെ ഇടയിൽ കൂടി ഒഴുകേണ്ടതുണ്ട്. തീരങ്ങൾ ഇല്ലെങ്കിൽ എത്ര വീടുകളും ഗ്രാമങ്ങളുമാണ് നദി നശിപ്പിക്കുന്നതെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. മനുഷ്യജീവിതവും അഗാധവും വലിയ ഒഴുക്കുമുള്ളതുമായ നദി പോലെയാണ്. ഈ നദി ആരെയും ഉപദ്രവിക്കാതെ സമുദ്രത്തിൽ ലയിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അതിനെ വിശ്വാസമാകുന്ന രണ്ട് തീരങ്ങൾക്കിടയിൽ കൂടി ഒഴുകുന്നതാകണം. സംശയാത്മാ വിനശ്യതി. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ലഭിക്കുന്നു. നിങ്ങൾ സംശയങ്ങളിൽ നിന്ന് മുക്തനായിരിക്കണം. സംശയങ്ങൾക്ക് അവസരം കൊടുക്കരുത്. സംശയാലുവായ തോമസ് ആകരുത്. നിങ്ങൾക്ക് സ്ഥിരവും അചഞ്ചലവുമായ വിശ്വാസമുള്ളപ്പോൾ, സംശയങ്ങളില്ലാതെ ഇരിക്കുമ്പോൾ ജീവിത നദി നേരെ ഒഴുകി ഈശ്വരാകാരുണ്യമാകുന്ന സാഗരത്തിൽ വെച്ച് പതിച്ച് അതിൽ ലയിക്കും. ഓം ശ്രീ സായിരാം. അനുഭവം പറഞ്ഞോളൂ കേട്ടോ. ഒരു മിനിറ്റ് ആൻറ്റി, മോള് 10 മിനിറ്റ് വരാട്ടോ. ഞാൻ സ്വാമിയില് വന്നിട്ടുള്ള അനുഭവം പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ആയിട്ട് എടുത്ത് പറയാനായിട്ട് ഇൻസിഡന്റ് ഇല്ല. ഇപ്പൊ ഇങ്ങനെ ഓർക്കുകയാണെങ്കിൽ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാൻ ജനിച്ച ഫാമിലി എന്ന് പറയുന്നത് സ്വാമീനെ അറിയുന്ന ഒരു ഫാമിലിയാണ്. അപ്പം എൻ്റെ അമ്മമ്മയിൽ കൂടിയാണ് ഞാൻ കൂടുതൽ സ്വാമീനെ അറിഞ്ഞിട്ടുള്ളത്. എൻ്റെ അമ്മമ്മ ഇപ്പൊ ഇല്ല. എൻ്റെ അമ്മമ്മ മരിച്ചിട്ട് ഞാൻ ഒരു 21 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ കുഞ്ഞിലെ ഒരു 4-5 വയസ്സൊക്കെ ആയ സമയത്തും എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോ എൻ്റെ ഒരു ഓർമ്മ ഉള്ളത്, അമ്മമ്മ ഞങ്ങൾക്ക് വേഗം സായി ഗായത്രി ജപിച്ചിട്ട് വിഭൂതിയൊക്കെ തരുന്നതാണ് ഒരു ഓർമ്മ ഉള്ളത്. അപ്പൊ എൻ്റെ അമ്മമ്മ അന്ന് കാലത്ത് പുട്ടപർത്തിയിലൊന്നും പോയിട്ടില്ലെങ്കിൽ സ്വാമിനെ നേരിട്ട് കണ്ടിട്ടുമില്ല. പക്ഷെ എൻ്റെ അമ്മമ്മയ്ക്ക് എൻ്റെ അമ്മമ്മേന്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടാണ് എൻ്റെ അമ്മമ്മയ്ക്ക് സ്വാമിനെ അറിയുന്നത്. അപ്പൊ അങ്ങനെ അമ്മമ്മയിൽ കൂടി ഒരു സ്വാമിയിലേക്ക് വരാൻ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് പുട്ടപ്പുറത്തിയില് സ്വാമീന്റെ ഭജനയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അമ്മയിൽ കൂടി ഞാൻ സ്വാമീനെ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഒരു 3.5 വയസ്സുള്ള മോളായപ്പോ എനിക്ക് എൻ്റെ മോൾക്ക് സ്വാമീനെ കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ പുട്ടപർത്തിയിൽ കൊണ്ടുപോകാനും സ്വാമീന്റെ മെസ്സേജ് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒരു ഇൻസിഡന്റ് ഓർക്കുകയാണെങ്കിൽ, പുട്ടപർത്തിയിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതും ഇതേപോലെ അന്ന് മഹിളാ കോർഡിനേറ്റർ ആയിരുന്ന മലപ്പുറത്തെ മഹിളാ കോർഡിനേറ്റർ ആയിരുന്ന പത്മാൻറ്റിയാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നത്. അന്ന് ഞാൻ മലപ്പുറത്തായിരുന്നു. ബാലവികാസും എൻ്റെ യൂത്ത് എല്ലാം ഞാൻ മലപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്.
ഒന്ന് ബാലവികാസ് ഗ്രൂപ്പിന്റെ ഒരു ഓണം പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെല്ലാ കുട്ടികളും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്ത് സ്വാമിയുടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി പോയി. അപ്പൊ അന്ന് ചില സാഹചര്യം കൊണ്ട് പ്രോഗ്രാം നടന്നില്ല. എല്ലാവർക്കും വളരെ വിഷമമായി. കാരണം അന്ന് സ്വാമിക്ക് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് സ്വാമിക്ക് അത്രയും സമയം വന്നിരിക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റാണ്ട് തിരിച്ചു പോവേണ്ടിയൊക്കെ വന്ന്. വീണ്ടും ഞങ്ങൾ അടുത്ത വർഷം ഇതുപോലെ ഞങ്ങൾക്ക് തന്നെ ചാൻസ് കിട്ടി. ഞങ്ങൾ തന്നെ അതേ ഡാൻസ് തന്നെ പഠിച്ച് സ്വാമീന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ നോക്കുക സ്വാമി ചിരിക്കുന്നുണ്ടോ, സ്വാമി നോക്കുന്നുണ്ടോ, സ്വാമി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ്. അന്നൊന്നും ഇതുപോലെ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ പോലെ ചിലപ്പം എല്ലാവർക്കും അതിലധികം ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നമ്മളൊക്കെ ആ ഒരു സ്വാമീന്റെ പാദസ്പർശം കിട്ടണോ, സ്വാമിക്ക് ലെറ്റർ കൊടുക്കാൻ പറ്റണമെന്നൊക്കെ. അപ്പൊ അതൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അന്നൊന്നും അങ്ങനെ ആലോചിക്കില്ല ഇതുകൊണ്ട് എന്താണ് നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റം, അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നത് അതുപോലെ ഞങ്ങളും ചെയ്യുന്നത്, അമ്മ ചെയ്യുന്ന അച്ഛൻ ചെയ്യുന്ന, അതുകൊണ്ട് ഞങ്ങളും ചെയ്യാന്നാണ് വിചാരിച്ചത്. പിന്നീട് സ്വാമിയുടെ ഓർഗനൈസേഷൻ ഓരോ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോഴാണ് നമ്മളും ആലോചിക്കുക, നമ്മളിലേക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അപ്പൊ ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പം പത്മാൻഡി ആണെങ്കിലും ഒരാളിങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പം സ്വാമി ഒരു മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മാല തന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്നെക്കാൾ കൂടുതലായിട്ട് എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് എന്നെക്കാൾ കൂടുതൽ സ്വാമിക്ക് അറിയാൻ പറ്റും. ആ ഒരു റിയലൈസേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു ശക്തമായ വിശ്വാസം എനിക്കുണ്ട്. അതേപോലെ തന്നെ എനിക്ക് എന്നിൽ കൂടി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അത്രയും ശക്തമായ വിശ്വാസത്തോടു കൂടി എനിക്ക് കൂടി വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ആണ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഞങ്ങൾ കോഴിക്കോടേക്ക് താമസം മാറിയിട്ട് ഒരു 10-13 വർഷമായിട്ടുണ്ടെങ്കിൽ കൂടി മലപ്പുറത്താണ് കൂടുതൽ എക്സ്പീരിയൻസസ്. സ്വാമീന്റെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ യൂത്ത് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുക ഒക്കെ മലപ്പുറത്തുള്ളപ്പോഴായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓരോ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇപ്പം ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഓർമ്മ ഉള്ളത്, ഇപ്പം പുട്ടപർത്തിയിൽ എൻ്റെ ഫാമിലിയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഇൻസിഡന്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരിക മനസ്സിൽ, അന്നിങ്ങനെ റൂമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മന്ദിരത്തിന്റെ ഉള്ളിൽ, ആശ്രമത്തിന്റെ ഉള്ളിൽ റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അച്ഛനും അമ്മയൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ അത് കിട്ടാതെ വരുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോ അമ്മ പറയും ഇനി ഞാൻ വരില്ല പുട്ടപർത്തിക്ക്. പിന്നെയും അടുത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു ചാൻസ് വരുമ്പോൾ ആ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിൽ വെക്കാതെ തന്നെ പിന്നെയും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും പുട്ടപർത്തിയിൽ പോവാൻ ചാൻസ് കിട്ടുമ്പോൾ അത് വീണ്ടും ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്. ഇപ്പം ഞങ്ങളാണെങ്കിലും ഒരേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും സ്വാമി എന്തിനാ അതൊക്കെ ഞങ്ങൾക്ക് തരുന്നതെന്ന് അങ്ങനെ ചോദിക്കും സ്വാമീന്റെ അടുത്ത്. എന്നാൽ തന്നെ സ്വാമീന്റെ സർക്കിളിൽ നിന്ന് വിട്ടുപോവാൻ ആർക്കും തോന്നാറില്ല, അല്ലെങ്കിൽ സ്വാമി തന്നെ നമ്മളെ പിടിച്ചു വെക്കുകയാണ് അതില്. ഇപ്പം എല്ലാവരും പറയും, ചിലരൊക്കെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പം സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പം സ്വാമിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും അധികം സ്വാമിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അത് ഒക്കെ കള്ളത്തരമാണ്, അല്ലെങ്കിൽ അതൊരു മജീഷ്യൻ ആണെന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ പഠിച്ചതൊക്കെ. എന്റെ കോളേജും സ്കൂളിംഗ് ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ അവരില് ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അത് അങ്ങനെയല്ല. സ്വാമി എന്ന് പറയുന്നപ്പോ ഞാൻ ആരെയും മതം മാറ്റാൻ വേണ്ടിയിട്ടല്ല സ്വാമി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ലൈഫിന്റെ ഗോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ സ്വാമിയിൽ അറിയുന്നതിൽ കൂടി നമ്മൾ അതാണ് അറിയുന്നത് എന്നുള്ളൊരു കാര്യം മറ്റുള്ളവർക്ക് എന്നിൽ കൂടി എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇപ്പൊ റീസെന്റ് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മൾ പുട്ടപർത്തി പോയ സമയത്ത് ഇപ്പം 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് പുട്ടപർത്തി പോവാൻ ഒരു ചാൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പോവാൻ പറ്റിയതാണ്. ഇപ്പൊ ഞാന്, എൻ്റെ ഹസ്ബൻഡും അതുപോലെ എൻ്റെ മോളും അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ടൈമായിട്ടാണ് പുട്ടപർത്തി പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയാണ് സത്യസായി ബാബയുടെ ഡിവോട്ടീസ് അല്ല. പക്ഷെ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കലുണ്ട്, ഇത്രയും നാൾ സ്വാമിന്റെ ഡിവോട്ടി ആയിട്ട് കല്യാണം കഴിച്ച ഫാമിലി അങ്ങനെ ഡിവോട്ടീസ് ആണോ എന്ന്. അവരങ്ങനെ സായിബാബയുടെ ഡിവോട്ടീസ് അല്ല, പക്ഷെ അവർ ഡിവോട്ടീസ് ആണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ടൈമായിട്ടാണ് പുട്ടപർത്തി പോവാൻ ഒരു ചാൻസ് കിട്ടിയത്. നമ്മൾ ഇന്നേ വരെ പോയിട്ടുണ്ടെങ്കിലും അത് ബൈ റോഡ് പോയിട്ടില്ല. അപ്പൊ അത് ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പുട്ടപർത്തി പോകണം. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ചോദിച്ചു റൂട്ടൊക്കെ എങ്ങനെയാണെന്ന്. അപ്പൊ അവർ പറഞ്ഞു റൂട്ടെല്ലാം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ മതി, വളരെ എളുപ്പമായിട്ട് പോകാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന്.
അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂർ സ്റ്റേ ചെയ്തിട്ട് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ തലേ ദിവസം രാത്രി ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആശ്രമത്തിൽ പുലർച്ചെ എത്താന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അതെന്തോ കാരണം കൊണ്ട് നടന്നില്ല. അപ്പൊ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പോവാണ്. പോകുന്ന വഴിയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന റോഡാണ് കാണുന്നത്. ചുറ്റിനൊന്നും ആരുമില്ല. ഹൈവേ എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അത് ചുറ്റിനും റോഡ്, ചിലപ്പോൾ ഞങ്ങൾക്ക് റോഡ് തെറ്റിപ്പോയതായിരിക്കും. പക്ഷെ റോഡിൽ ആരുമില്ല. ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ് രണ്ടു ഭാഗത്തും. മനുഷ്യരില്ല, ആരുമില്ല. ഒന്നും ചോദിക്കാനൊന്നും അറിയുന്നില്ല. അപ്പൊ ഒരു പോയിന്റ് എത്തിയപ്പോ റോഡ് തീർന്നു. അവിടെ റോഡില്ല വേറെ. പിന്നെ അവിടെ ഒരു മലയാണ് കാണുന്നത്. അപ്പൊ മനസ്സിലായി റോഡ് എന്തായാലും തെറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളപ്പോ തിരിച്ചു വരിക. അപ്പൊ തിരിച്ചു വരാം, ഇത്രയും ദൂരം നമുക്ക് തിരിച്ചു വന്നിട്ട് ഹൈവേയിലേക്ക് തന്നെ കയറാം. ആൾക്കാരുള്ള ഭാഗത്തേക്ക് കയറിയിട്ട് ചോദിക്കുക ഏതാ കറക്റ്റ് വഴി എന്ന് ചോദിക്കാൻ നേരം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് അപ്പൊ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞു ചെയ്തു, സ്വാമി എന്തിനാ അങ്ങനെ സ്വാമി ബുദ്ധിമുട്ടിക്കണം. അതായത് ഇത്രയും സ്വാമി വിചാരിക്കാതെ പുട്ടപർത്തിയിൽ ആർക്കും വരാൻ പറ്റില്ല എന്നാണ്. അപ്പൊ സ്വാമി വിചാരിക്കാതെയാണോ ഞങ്ങൾ വരുന്നത്, സ്വാമിയല്ലേ ഞങ്ങളെ കൊണ്ടുവരുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണേന്ന് ചോദിച്ച് തിരിഞ്ഞതും ഒരു സ്കൂട്ടറിൽ ഒരാൾ വരികയാണ്. അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഒരാളെ പോലെ തോന്നുന്നത്. അപ്പൊ അയാൾ വന്നിട്ട്, അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇവരുടെ അടുത്ത് എന്ത് ഭാഷ സംസാരിക്കുക, തെലുങ്ക് അറിയില്ല ആർക്കും, ഇംഗ്ലീഷ് അറിയോന്ന് അറിയില്ല, ഹിന്ദി അറിയായിരിക്കും ചിലപ്പോ എന്ന് വിചാരിച്ച് മനസ്സിലായി. അപ്പൊ അയാൾ നമ്മൾ കണ്ടു പറഞ്ഞ അയാൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അയാൾ ഇങ്ങോട്ട് ഹിന്ദിയിൽ ചോദിക്കുക, നിങ്ങൾക്ക് റോഡ് തെറ്റിപ്പോയോ, നിങ്ങൾക്ക് പുട്ടപർത്തിയിലേക്കാണോ പോകേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു അതെ, പ്രശാന്തി നിലയത്തിലേക്കല്ലേ പോകേണ്ടത്, അയാളുടെ കൂടെ വന്നാൽ മതി, അയാൾ കാണിച്ചു തരാം, വഴി തെറ്റിയിട്ടൊന്നുമില്ല, നിങ്ങൾ പോയ വഴി ശരി തന്നെയാണ്, പക്ഷെ ഈ വഴിയല്ല എടുക്കേണ്ടത്, വേറെ വഴിയായിരുന്നു, പക്ഷെ വഴി നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ. അപ്പൊ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ ഞങ്ങളെ കാത്തുനിന്ന് വെയിറ്റ് ചെയ്ത് നമ്മളെ പ്രോപ്പർ ആയിട്ടുള്ള വഴിയിലേക്ക് അയാൾ എത്തിച്ചു തന്നിട്ട് അയാൾ പറഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ വഴിയല്ല വേറൊരു വഴിയാന്നൊക്കെ പറഞ്ഞ് എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്ന് നമ്മളെ പ്രശാന്തിനിലെ ആശ്രമത്തിലേക്ക് എത്തിച്ചു. അപ്പൊ ഇത് വേറൊരാൾക്ക് നമ്മൾ പറയുമ്പോൾ ആൾ വിചാരിക്കുക അതൊരു കോയിൻസിഡൻസ് ആണ്, അതിലെ പോയ ഒരാൾ നിങ്ങൾക്ക് വഴി കാണിച്ചു എന്നേ പറയുള്ളൂ. പക്ഷെ സ്വാമീന്റെ ഒരു ഡിവോട്ടി ആയിരിക്കുന്ന ഞാനും അതുപോലെ മറ്റുള്ളവർക്ക് പറയുമ്പോൾ അവർക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പൊ ഞാൻ കുറെ പ്രാവശ്യം പുട്ടപർത്തിയിൽ പോയിട്ടുണ്ടെങ്കിലും എന്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ടൈം പോകുന്നത്. അപ്പൊ നമ്മളൊരു വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാമി അങ്ങനെ ഒരാളെ വിട്ടു എന്നാണ് എന്റെ മനസ്സിലായി, എന്റെ വിശ്വാസത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഷിർഡി ബാബയുടെ സച്ചരിതം വായിക്കുമ്പോൾ അതിലൊരു സ്റ്റോറി പറയുന്നുണ്ട്. ഇങ്ങനെ സ്വാമിന്റെ ഒരു ഡിവോട്ടി ഫസ്റ്റ് ടൈം പോവുകയാണ്. അപ്പൊ അയാൾക്ക് വഴിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ സ്വാമി അത് മാറ്റി കൊടുക്കുന്നത്, ആ തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് അയാളെ ഷിർഡിയിലേക്ക് എത്തിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതുപോലെ എനിക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ തോന്നി. കാരണം എനിക്കപ്പോ ഒരു വിശ്വാസക്കേട് അവിടെ ഉണ്ടാവരുത്, സ്വാമി കൂടെ ഉണ്ട്, സ്വാമി വിളിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത് എന്ന് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായ പോലെ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അതുപോലെ എന്റെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളിലും സ്വാമിയുടെ പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അങ്ങനെ സ്വാമി ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് തന്ന കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അത്രയും ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാറില്ല. പക്ഷെ എന്തെങ്കിലും ഒരു തടസ്സം, ഇപ്പൊ നമ്മള് ജോലിയൊക്കെ നമ്മൾ പഠിച്ചു, ജോലി കിട്ടി, തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സാഹചര്യം വരുമ്പോൾ സ്വാമി തന്നെ ഒരു വഴി കാണിച്ചു തരും. അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾക്ക് പോലും അറിയാണ്ട് സ്വാമി എന്റെ ലൈഫിൽ ഓരോ മാറ്റങ്ങൾ, അത് കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവോ ഇതായിരുന്നു എനിക്ക് ശരി, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത വഴിയായിരുന്നില്ല, സ്വാമി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച വഴിയാണ് എനിക്ക് ശരിയായിട്ടുള്ളത് എന്ന് അറിയുന്ന ഒരു റിയലൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റിയലൈസ് ചെയ്തൊരു ലൈഫാണ് ഇപ്പൊ എൻ്റെ. അതായത് ഞാൻ എന്നെക്കാളും എന്നെ അറിയുന്നത് സ്വാമിക്കാണ്. അപ്പൊ സ്വാമി തരുന്ന നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ സ്വാമി തരുന്നതാണ്. അത് ഫേസ് ചെയ്യാൻ സ്വാമി എന്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂ സ്വാമീന്റെ അടുത്ത്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ എന്റെ മകളുടെ അടുത്തും അങ്ങനെയപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പൊ ഞാനൊക്കെ ചെറുതാകുമ്പോൾ വീഴുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമ്പോ അമ്മ അച്ഛന്നൊക്കെ പറഞ്ഞ് കരയാറുണ്ട്. ഞാൻ മോളുടെ അടുത്ത് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കും. അവള് വീഴുമ്പോഴൊക്കെ അവളിങ്ങനെ അമ്മ അവൾ കരയും. അപ്പൊ ഞാൻ പറയും സ്വാമി എന്ന് പറഞ്ഞ് കരയണം എന്ന് പറയും. അപ്പൊ അന്ന് മോൾ അങ്ങനെ സ്വാമിനെ കണ്ടിട്ടില്ല, ഞാൻ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുക ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവൾക്ക് അറിയില്ല എന്താണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെറുതായി വന്ന പോലെ തന്നെ അവളും അതുപോലെ തന്നെ സ്വാമി എന്ന് പറയുന്നത് എന്തോ ഒരാളാണ് ആണ്. പക്ഷെ ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സ്വാമി എന്ന് വിളിക്കണം, സായിരാം എന്ന് പറയണം എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പോ അമ്മയ്ക്ക് ഓടി വരാൻ പറ്റിയെന്ന് വരൂല വീഴുമ്പോ, അല്ലെങ്കിൽ അച്ഛന് വരാൻ പറ്റൂല.
സ്വാമി വരും. ആ ഒരു വിശ്വാസം വേറൊരാൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം എനിക്ക് എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുക. ഇപ്പം റീസെന്റ് ആയിട്ട് നമ്മൾ പല ആൾക്കാരെ കാണാനും അതുപോലെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യം കേൾക്കുമ്പോൾ സ്വാമീന്റെ ഒരു മെസ്സേജിന് അവരെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചെന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം സ്വാമീന്റെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ സ്വാമീന്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുക, ചിലപ്പോൾ അല്ലെങ്കിൽ സ്വാമീന്റെ ആശ്രമത്തിനെ കുറിച്ച് പറയുക, ചിലപ്പോൾ അവർ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ പ്രതീക്ഷിച്ചിട്ടാവും എൻ്റെ അടുത്തേക്ക് സ്വാമി എത്തിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ഇപ്പം നമ്മളൊക്കെ ഒരിക്കൽ ഒരു യൂത്ത് കോൺഫറൻസിന് പോയപ്പോൾ അവിടുത്തെ ഒരു യൂത്ത് കോൺഫറൻസിന്റെ ടോപ്പിക് ഇതായിരുന്നു, നമ്മളെല്ലാം സ്വാമീന്റെ ഉപകരണങ്ങളാണ്, സ്വാമി ഈസ് ദ ഡൂവർ, സ്വാമിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് ഞാൻ ഒരു 20 വർഷം മുന്നേ ആയിരുന്നു ആ കോൺഫറൻസ് ഉണ്ടായിരുന്നെ പുട്ടപർത്തിയിൽ. അപ്പൊ അന്ന് എനിക്ക് ആ ഒരു മെസ്സേജിന്റെ അർത്ഥം അറിയെങ്കിൽ കൂടി അത് നമ്മളിൽ എത്ര മാറ്റം വരുത്തുന്നതാണ്, എത്ര ഡീപ്പാണ് അതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷെ കുറെ എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കാണാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയത് കൊണ്ട് കൂടിയായിരിക്കും ചിലപ്പം എനിക്ക് ഇന്ന് അതിന്റെ ഒരു അർത്ഥം, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും അതാണ് മനസ്സിലാദ്യം വരിക, ഒന്നും നീയല്ലേ ചെയ്യുന്നത്, ഒക്കെ സ്വാമി ഓൾറെഡി പ്ലാൻ ചെയ്ത ഡിസൈൻ ചെയ്ത ലൈഫ് ഞാൻ ജീവിക്കാതെ മാത്രമേ ഉള്ളൂ. അപ്പൊ എപ്പോഴും സ്വാമി കൂടെ ഉണ്ട്, അല്ലെങ്കിൽ സങ്കടം വരികയാണെങ്കിലും സ്വാമി ഉണ്ട്, സന്തോഷത്തിലാണെങ്കിലും സ്വാമി ഉണ്ട്. ലൈഫിൽ അതാണ്, ആ ഒരു റിയലൈസിങ് മൊമെന്റ് ആണ് എല്ലാവർക്കും വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാമിന്റെ എല്ലാ മെസ്സേജും വായിക്കുമെങ്കിൽ കൂടി 100% ലൈഫിലേക്ക് വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു. താങ്ക് യു സായിരാം. വളരെ നന്നായിരുന്നു മോളെ, എക്സ്പീരിയൻസുകൾ വളരെ നന്നായിട്ട് മോള് പ്രസന്റ് ചെയ്തു. കൺഗ്രാലേഷൻസ് കേട്ടോ. നീ വീഡിയോ ഓഫ് ചെയ്തോളൂ, പ്രസന്റേഷൻ മാറ്റിക്കോളൂ, ഭഗവാന്റെ പ്രസന്റേഷൻ വെക്കണം. ഓക്കെ, ആദ്യം പ്രസന്റ് ചെയ്തോളൂ. భగవంతుడు హిరణ్య గర్భుడు. God is Hiranyagarbha. తన యొక్క ఉదరం నందంతా హిరణ్యమయంగా ఉంటుండాది. And the whole of the abdominal part of the divine is కాబట్టి ఈ Hiranya. రసమయమైనటువంటి హిరణ్యము తిరిగి 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 రసమంతా కూడాను ఆ హిరణ్యమయమైనటువంటిది ఒక్క దగ్గర చేరిపోతుంది. Therefore all the essence is centered around this Hiranyagarbha. దానిని లింగము అన్నారు. This is called Linga. లింగం అనగా చిహ్నము అని పేరు. Lingam means a sign, ఒక symbol. గుర్తు అని పేరు. A symbol, a sign. దీనికి కన్ను ముఖము నోరు లేదు. It has no face, eye or ఏది anything. తల ఏది కాళ్ళు అని కూడా చెప్పడానికి వీలు కాదు. You cannot say this is the hand, that's the leg. ఇది ఇటు చెప్పచ్చును అటు చెప్పచ్చును. This can be turned upside down. ఇది ఏది తల ఏది కాళ్ళు. What is the head? Where are the feet? కనుకనే దీనికి ఆకారం లేనటువంటి యొక్క లింగము అని. The formless one is Linga. లింగం అనగా లీయతే గమ్యతే ఇది లింగ అన్నారు. Linga means the four places of లీయతే merger. గమ్యతే ఇది ఇదే గమ్యము. This is the goal. ఇదే లీనము. This merger. కనుకనే సర్వత్వమునకును లింగమే మూల కారణం అన్నారు. Therefore Linga is the substratum for ఈ everything. లింగాకారం లోపల తయారైపోయి As this Linga is formed, బహిర్ముఖంగా మనకు బయలుదేరుతుంది. it just comes out. ఆ బయలుదేరిన సమయం లోపలే ఈ లింగాకారం దీన్ని మనం కరిగించాలంటే ఎంతవరకు నిప్పును మనం ప్రయత్నం చేయాలి. To melt it, you need fire, heat. ఈ ఫైర్ వల్లనే అది కరిగి 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 తరగా లీనమైపోతుంటాయి. It is the fire that melts it and molds it into Linga form. అది ఇది వచ్చే సమయం లోపల కలిగేటువంటి బాధలు. And it is the pain that you find as it emanates, as it comes out. ఇది ఒక లింగాకారం అయిపోయి బయటికి రావాలి. It has to assume the form of Linga and come out. ఇది బయటికి వచ్చే సమయం లోపల పడేటువంటి బాధనే ఇది స్వామికి బాధ అని మీరు భావిస్తున్నారు. And we consider that Swami is suffering the pain because of the emergence of Linga. ఇది బాధ కాదు. It is not a pain. ఇది మీకు ఒక బోధ. It is not Badha pain, but it is Bodha teaching. తల్లి గర్భం నందు ఉన్నటువంటి శిశువు బయటికి రావాలంటే తల్లికి కొంత బాధ పెడుతుంది కదా. The child, in order to come out of the womb of the mother has to suffer. ఈ బాధ పెట్టడం చేత తల్లి అబ్బా ఈ బిడ్డ నాకు ఎంత బాధ పెడుతోంది, పాడు బిడ్డ అని తిట్టుకుంటుందా? Mother will never feel bad because of the suffering she has at the time of నా delivery. బిడ్డ సుక్షేమంగా ఉండాలి అని ఆశిస్తుంది. And she wishes that the child should be good. అదే విధంగానే Similarly, తన నుండి వచ్చేటువంటి ఈ లింగమునకు ఎట్టి బాధలు లేదు. as the lingam emerges, ఇది నాకు there's no బాధనే pain. అని నేను భావించను.
Bhagavan will never consider it painful. ఇంతమందికి దీనికి బోధ గావిస్తున్నానే అని ఆనందమే నాకు. Bhagavan is so happy that he is passing on bodha, the teaching. ఇది రిఫ్లెక్షన్, రియాక్షన్, రీసౌండే. This means reaction, reflection and resound. സച്ചു പാടിക്കോളൂ, ഭജന പാടിക്കോളൂ. പാടാം. ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ, ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ, രഘുകുല തിലക രാമ, സത്യ സായി ശ്രീ പരം രാമ, രഘുകുല തിലക രാമ, സത്യ സായി ശ്രീ പരം രാമ, ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ, അഹല്യോദാരക രാമ, ശാപ വിമോചന രാമ, അഹല്യോദാരക രാമ, ശാപ വിമോചന രാമ, ശിരടി പുരീശ രാമ, പുട്ടപർത്തി പുരി പരം ധാമ, ശിരടി പുരീശ രാമ, പുട്ടപർത്തി പുരി പരം ധാമ, ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ, രഘുകുല തിലക രാമ, സത്യ സായി ശ്രീ പരം ധാമ, ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ, അഹല്യോദാരക രാമ, ശാപ വിമോചന രാമ, ശിരടി പുരീശ രാമ, പുട്ടപർത്തി പുരി പരം ധാമ, ശിരടി പുരീശ രാമ, പുട്ടപർത്തി പുരി പരം ധാമ, ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ. നൈസ് മോളെ, നന്നായിട്ട് പാടി കേട്ടോ. Thank സായി you. ഉപമ, Thanks. സായി ഉപമ. ഒരു അവതാര പുരുഷൻ മനുഷ്യനെ പോലെ പെരുമാറുന്നത് മനുഷ്യന് അദ്ദേഹത്തോട് ബന്ധം തോന്നുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അദ്ദേഹം അമാനുഷിക തലത്തിലേക്ക് ഉയരുന്നത് മനുഷ്യനും അതുപോലെ ഉയരുന്നതിന് വേണ്ടിയാണ്. നരതത്വത്തെ നാരായണ തത്വത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ സാധിക്കും. എന്തെന്നാൽ നരനും നാരായണനും അടിസ്ഥാനപരമായി ഏകമാണ്. അത് മനസ്സിലാക്കുന്നതിന് നിങ്ങൾ ഒരു പ്രത്യേക തരംഗത്തിൽ ആയിരിക്കണം. അതിന് ആ തരംഗത്തെ ശരിയായി ക്രമീകരിച്ചുകൊണ്ട് മാത്രമേ സർവവ്യാപിയായ ഈശ്വരനെ യാതൊരു തടസ്സവുമില്ലാതെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ സായിരാം.
സായിരാം. സായിരാം. സായിരാം. സായിരാം. സായിരാം. സായിരാം.